ഹലോ ആൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? നമ്മൾ ചില യൂട്യൂബ് ചാനലുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വീഡിയോസ് നമുക്ക് വീണ്ടും വീണ്ടും റെക്കമെൻഡേഷൻ വന്നുകൊണ്ടിരിക്കും. അവർക്കങ്ങനെ വീണ്ടും വീണ്ടും ഒരാളിൽ തന്നെ ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? YT സ്റ്റുഡിയോയിൽ ചെറിയൊരു സെറ്റിങ്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ റെക്കമെൻഡേഷൻ പോകാനുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് YT സ്റ്റുഡിയോ ആണ്, യൂട്യൂബ് സ്റ്റുഡിയോ. അതില്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. യൂട്യൂബിലുള്ള നമ്മുടെ അൽഗോരിതം കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് കിട്ടുന്നത് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് YT സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണേ. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രീൻ ഷെയറിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. അതിൻ്റെ ഏറ്റവും മുകളിൽ റൗണ്ടിൽ നമ്മുടെ ചാനലിൻ്റെ പേരുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ചാനലിൻ്റെ നേരെ, എൻ്റെ ചാനലിൻ്റെ പേര് വിയാദ്രിസ് എന്നാണ്. അതിൻ്റെ തൊട്ട് നേരെയായിട്ട് ഒരു പെന്ന് കാണാം. ആ പെന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ നമുക്ക് ഹോം ടാബ് എന്ന് കാണുന്നില്ലേ? ഞാൻ ഓൾറെഡി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ്. ആ ഹോം ടാബ് ഒന്ന് ഏബിൾ ആക്കി എന്ന് വെച്ചാൽ ജസ്റ്റ് ആ അതിലൊന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരും. അതിന് തൊട്ട് താഴെയായിട്ട് ഹോം ലേ ഔട്ട് ഉണ്ട്. ആ ഹോം ലേ ഔട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ആക്കുക. അതിന് താഴെ മോർ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നീല കളറിൽ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീം അങ്ങനെ കാണിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഓണാക്കണം. വീഡിയോസ് ഓണാക്കിയാലേ വീഡിയോസ് മുന്നിലേക്ക് പോവുള്ളൂ. ഷോർട്സ്, പഴയ ഷോർട്സ് ഒക്കെ വീണ്ടും വീണ്ടും നമുക്ക് റിപ്പീറ്റേഷനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഷോർട്സിൻ്റെ ഓപ്പൺ ആക്കുക. പിന്നെ ചെയ്യേണ്ടത് തൊട്ട് താഴെയുള്ള റീസൻസി എന്ന് എഴുതിയതാണ്. ഈ റീസൻസി തന്നെ രണ്ടെണ്ണം ഉണ്ട്. ആൾ കണ്ടന്റ്, പിന്നെ റീസെൻറ്റ് കണ്ടന്റ് ഓൺലി. അതിൽ നമ്മൾ റീസെൻറ്റ് കണ്ടന്റ് അല്ല എടുക്കേണ്ടത്, നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ആൾ കണ്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തുള്ളൂ. റീസെൻറ്റ് കണ്ടന്റ് ആകുമ്പോൾ നമ്മൾ പാസ്റ്റ് 12 മന്തിൽ പോസ്റ്റ് ചെയ്തതാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം അതെല്ലാം ഓപ്പൺ ആക്കിയിട്ട് സേവ് അടിക്കുക. അതിനുശേഷം നമുക്ക് YT സ്റ്റുഡിയോ ഓഫ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിലേക്ക് വരാം. യൂട്യൂബിലേക്ക് വന്നിട്ട് നമ്മൾ വ്യൂ ചാനൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ പോയിട്ട് വ്യൂ ചാനൽ എടുക്കുമ്പോൾ ഹോം എന്ന് പറയുന്ന ഒരു പുതിയ ബട്ടൺ വന്നിട്ടുണ്ടാവും കേട്ടോ. അതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പഴയ വീഡിയോസും എല്ലാം വീണ്ടും വീണ്ടും ഓരോ ദിവസം മാറി മാറി ഹോം ടാബിലേക്ക് കയറി വരുന്നത് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല വീഡിയോ ആണെങ്കിലൊക്കെ കമൻറ്റ് തരണേ. നമുക്ക് ഇനിയും ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിൽ പഠിക്കാനുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു പുതിയ യൂട്യൂബറാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ അറിവുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.